പാലാ നഗരസഭയിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക്. കോൺഗ്രസ് കൗൺസിലർമാരെ LDF പിന്തുണയ്ക്കും. UDF സ്വതന്ത്രയായിരുന്ന മായാ രാഹുലിനെ ചെയർപേഴ്സണാക്കാൻ ഇരു കൂട്ടരും തമ്മിൽ ധാരണയായി. LDF കോൺഗ്രസ് കൂട്ടുകെട്ടിൽ ടീം വ്യവസ്ഥയും ആലോചനയിലുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി. മിഥുനെ, എന്തായാലും ഭരണ പ്രതിസന്ധി അവസാനിക്കുന്നു എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണെന്നിരിക്കെ എന്റെ ചോദ്യം, ഈ ഇന്ത്യ മുന്നണിക്ക് പാലയിൽ എത്ര നാൾ ഉണ്ടാകും ആയുസ്? എപ്പോഴാകും അധികാരത്തിലേറുക? ടേം വ്യവസ്ഥയിലൊക്കെയാണ് ഇത്തരത്തിൽ ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് അറിവ്. ഇനി നമുക്ക് നിരന്തരം പാലാ നഗരസഭയുടെ മുൻപിൽ നിന്നും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുമോ? തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കും. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച 4 കോൺഗ്രസ് കൗൺസിലർമാരാണ് LDFനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം, LDFും കോൺഗ്രസ് കൗൺസിലർമാരും ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം പാലായിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം പാലായിലും വരുന്നു എന്നുള്ളതാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ധാരണകൾ ഈ കോൺഗ്രസ് കൗൺസിലർമാരും LDF പ്രതിനിധികളും തമ്മിലുള്ള ധാരണകളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള UDF സ്വതന്ത്ര മായാ രാഹുലിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ധാരണകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നും അറിയുന്നു. അടുത്ത മാസം ആദ്യ വാരത്തിലാകും ഈ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ച് ഒരു ഇന്ത്യ സഖ്യത്തിനുള്ള സാധ്യതകൾ അവിടെ ഉരുത്തിരിയുകയും ചെയ്യുന്നത്. നേരത്തെ LDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 4 കോൺഗ്രസ് കൗൺസിലർമാർ, ഈ എടുത്തു പറയേണ്ട കാര്യം, ഈ 4 കോൺഗ്രസ് കൗൺസിലർമാരും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് പാലാ നഗരസഭയിൽ ഉള്ള ആളുകളാണ്. ഇവരും ഈ നിലവിലെ വൈസ് ചെയർപേഴ്സൺ മായാ രാഹുലും ചേർന്ന ആ കൂട്ടായ്മയെ LDF പിന്തുണയ്ക്കുന്നു. അങ്ങനെ 17 പേരുടെ പിന്തുണയോടുകൂടിയാകും പുതിയ ഭരണമുന്നണി പാലായിൽ സാധ്യമാകുക. LDFന്റെ 12, കോൺഗ്രസിന്റെ 4 കൗൺസിലർമാർ, ഒപ്പം തന്നെ UDF സ്വതന്ത്രയായ വൈസ് ചെയർപേഴ്സൺ, ഇങ്ങനെ 17 പേരുടെ പിന്തുണയുള്ള ഒരു മുന്നണി സംവിധാനം പാലായിൽ യാഥാർത്ഥ്യമാകുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ സഖ്യം തന്നെ ആവുകയാണ്. CPM ഈ കൂട്ടുകെട്ടിലുണ്ട്, കേരള കോൺഗ്രസ് മാണി വിഭാഗമുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ 4 കൗൺസിലർമാരുണ്ട്. വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് LDFനൊപ്പം ചേർന്നുകൊണ്ട് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് സ്വതന്ത്ര മുന്നണിയെ പുറത്താക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ LDFും കോൺഗ്രസും എല്ലാം കൂടി ഒന്നിച്ചു ചേർന്നത്. അവരുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു, സ്വതന്ത്ര മുന്നണിയെ പുറത്താക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം അവിടെ യാഥാർത്ഥ്യമാവുകയാണ്. 2 അംഗങ്ങളാണ് CPMനുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച ആളുകൾ 10 പേർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നുണ്ട്. അങ്ങനെ 12 പേർ LDF, 4 പേർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് കൗൺസിലർമാരും. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഭരണമുന്നണി അടുത്ത മാസം ആദ്യം പാലായിൽ സാധ്യമാകും എന്നുള്ളതാണ്. ടേം വ്യവസ്ഥയും പരീക്ഷിക്കുന്നുണ്ട്, ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. അതായത് നിലവിൽ LDFനെ പിന്തുണച്ച, അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 4 കൗൺസിലർമാർക്ക് ടേം വ്യവസ്ഥയിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ചെയർപേഴ്സൺ സ്ഥാനവും മാറി മാറി നൽകാം എന്നുള്ള ഒരു വ്യവസ്ഥയും ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ LDFന്റെ പിന്തുണയോടുകൂടി പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു രീതിയിലായിരിക്കും LDF ഈ ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടാക്കുക. പക്ഷേ വാസ്തവത്തിൽ അത് സംഭവിക്കുന്നത് LDFും കോൺഗ്രസും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ മുന്നണി സഖ്യം ആണ് എന്നുള്ളതാണ്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാലായിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ള തർക്കങ്ങളും പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുകയാണ്. ഈ സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ പിൻവലിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് കൗൺസിലർമാരുടെ തീരുമാനത്തിൽ തന്നെയാണ് കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും ഒക്കെ ഇന്ത്യ മുന്നണി സഖ്യം ഇടതും വലതും ഒന്നാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, പല സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ മുന്നണി സഖ്യം, അല്ലേ? പക്ഷെ എത്ര നാൾ എതുവരെ പോകുമെന്നാണ്. രണ്ടുപേരുടെയും പാരമ്പര്യം നമുക്കറിയാം, ഒന്ന് പറഞ്ഞ് 2 അടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി പാലയിൽ നിന്നും മിഥുൻ മുരളിക്കൊക്കെ നല്ല പണിയായിരിക്കും. കാരണം നിരന്തരം ഇങ്ങനെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരും കേട്ടോ. എന്നാലും ഭരണ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. പക്ഷേ പ്രേക്ഷകരെ ഓർത്തോളൂ, പാലയിൽ നിന്നും ഇനി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് എത്തിക്കണം. എന്തായാലും ഇന്ത്യ മുന്നണി അവിടെ കുട പിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ കുട ആരെടുത്ത് മാറ്റുമെന്നൊക്കെ കണ്ടറിയണം, അല്ലേ? അതെ.